കർണാടകയിലേക്കാണ്. അവിടെ ഗോകർണയിൽ മണ്ണിടിഞ്ഞ് വീണ അപകടം. 7 പേർ മണ്ണിനടിയിൽ പെട്ടു എന്നാണ് സൂചന. അങ്കോള ഷിരാളി റോഡിൽ ഇന്നലെയാണ് ഈ അപകടം ഉണ്ടായത്. NDRF സംഘം എത്തിയിട്ടുണ്ട്, തെരച്ചിൽ നടത്തുകയാണ്. KP ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഇന്നലെയാണോ ഈ അപകടം നടന്നത്? ഇത്രയും വൈകിയാണോ അറിഞ്ഞത്? ഇത് ഇങ്ങനെയൊരു അപകടം ഉണ്ടായെന്ന് അറിയാൻ വൈകിയോ? തീർച്ചയായും വളരെ വൈകിയാണ് ഈ അപകട വിവരം പുറത്തറിഞ്ഞത്. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള ഷിരാലി റോഡിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ തോതിൽ ഉള്ള ഒരു മണ്ണിടിച്ചിൽ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നു. നമുക്ക് അവിടുത്തെ ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പ്രദേശത്ത് ചായ കുടിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബം 5 പേരുണ്ടായിരുന്നു കാറിൽ. അവർ വണ്ടി നിർത്തിയിരുന്നു, ഒരു ടാങ്കർ ലോറിയും നിർത്തിയിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ മണ്ണോട് കൂടി താഴെയുള്ള പുഴയിലേക്ക് ഒലിച്ചു പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു കുടുംബത്തിലെ 5 പേരും മറ്റ് 2 പേരും. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഒക്കെ ഊർജിതമായി തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ നടക്കുന്നുണ്ട്. ശരി, ഈ ഒരു അപകടം നടന്ന കാര്യം അറിയാൻ വൈകി. അതുകൊണ്ട് രക്ഷാപ്രവർത്തനവും സ്വാഭാവികമായും വൈകിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ മണ്ണിനടിയിൽ 7 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സംശയം. ദുരന്ത നിവാരണ സേന അവിടേക്ക് എത്തിയിട്ടുണ്ട്, തെരച്ചിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീധരൻ, ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയിരുന്നു, അത് പൂർത്തീകരിച്ചോളൂ. നേരെ ഗംഗാവതി പുഴയിലേക്കാണ് ഒഴുകിപ്പോയത്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഗ്യാസ് ലീക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ആ പുഴയിലെ വെള്ളം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഏതായാലും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. NDRF സംഘമുണ്ട്, അഗ്നിശമന സേനാ വിഭാഗമുണ്ട്, പ്രദേശത്തുള്ള നാട്ടുകാരുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏതായാലും 7 പേർ മണ്ണിനടിയിലുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ തീരദേശ കർണാടക മേഖലയിൽ കാര്യമായി തന്നെ മഴ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കാർവാർ, ഗോകർണം, ഉത്തര കന്നഡ ജില്ലയുടെ മറ്റ് ഭാഗങ്ങൾ, അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ, ഉടുപ്പി, ശിവമോഗ പോലുള്ള ഭാഗങ്ങളിൽ കാര്യമായി തന്നെ മഴ തുടരുന്നു. തുങ്ക, അതുപോലെ തന്നെ ഭദ്ര, കാവേരി നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തന്നെയാണ്. ശൃംഗേരിയിൽ കാര്യമായി തന്നെ മഴ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ശൃംഗേരി ശാരദാ ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയിട്ടുമുണ്ട്. ഏതായാലും മലനാട് മേഖലയിലും അതുപോലെ തന്നെ തീരദേശ കർണാടക മേഖലയിലും മഴ ദുരിതം തുടരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ മണ്ണിടിച്ചിൽ, വലിയ ദുരന്ത വാർത്തകൾ കൂടി അവിടെ നിന്ന് പുറത്തുവിടുന്നത്. ശരി, എന്തായാലും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അപകടമുണ്ടായി, രക്ഷാപ്രവർത്തനം ഇത്രയധികം വൈകി. ഇന്നലെ ഉണ്ടായ അപകടമാണ്, മണ്ണിടിച്ചിലാണ്. അപ്പം അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അവരെ നമുക്ക് കണ്ടെത്തി പുറത്തെത്തിക്കാൻ കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം.